എറണാകുളം ഇടപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്ക്. ഇടപ്പള്ളി സ്വദേശി നിഷയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. ഈ പരിക്കേറ്റ ആളുടെ സ്ഥിതി എത്തരത്തിലാണ്? ഈ അപകടം എപ്പോഴായിരുന്നു ഉണ്ടായത്? സംഗീത, ഈ അപകടത്തിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ആ ഡ്രൈവറുടെ ഒരു മനോനില ആലോചിച്ചുകൊണ്ടാണ്. കാരണം അമിത വേഗത്തിൽ വന്ന ഒരു കാറായിരുന്നു. പുലർച്ചെ 3 മണിയോടുകൂടി കഴിഞ്ഞ 7-ാം തീയതി അപകടമുണ്ടാകുന്നു. പുലർച്ചെ 3 മണിക്ക് നിഷ എന്ന് പറയുന്ന ആ വേസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ മാലിന്യം എടുക്കുന്ന ഒരു തൊഴിലാളിയെ ഇടിച്ച് ഇയാൾ തെറിപ്പിക്കുകയാണ്. തെറിപ്പിച്ചതിന് ശേഷം ഇവരുടെ ഭർത്താവ് മാരിയപ്പൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ഭർത്താവ് മാരിയപ്പൻ എത്തി ഈ ഡ്രൈവർ ഇറങ്ങി വന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് നിഷയെ എടുത്തുയർത്തിയപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് ഡ്രൈവർ ചോദിച്ചു. നിഷ അതിന് അതേന്ന് മറുപടി പറയുകയും ചെയ്തു. ഉടൻ തന്നെ കാറിലേക്ക് കയറിയ ഈ ഡ്രൈവർ ഈ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഒരു മനുഷ്യന് ആലോചിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ആ ഡ്രൈവർ ചെയ്തത്. മാത്രമല്ല, ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നിഷയെ അവരുടെ ഭർത്താവ് മാരിയപ്പൻ കൊണ്ടുപോയത് ഈ മാലിന്യം കൊണ്ടുപോകുന്ന അതേ വാഹനത്തിൽ തന്നെയായിരുന്നു. ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പിന്നീട് പോലീസാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ഡ്രൈവർ ആ സമയത്ത് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അമിത വേഗത്തിൽ വന്ന ഈ വാഹനം ഇടിച്ചു തെറിച്ച് കിടന്ന ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ച് ഇയാൾ മടങ്ങുകയായിരുന്നു. ഒരുപക്ഷെ അവരുടെ ഭർത്താവ് മാരിയപ്പൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ ഇന്നും ജീവനോടുകൂടി ഇരിക്കുന്നത്. മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പുലർച്ചെ 3 മണി എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് നമ്മളുടെ മാലിന്യമടക്കം എടുത്തുകൊണ്ടുപോകുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ സംരക്ഷിക്കേണ്ട കടമ കൂടിയുള്ള ആളുകളാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അതിലെ ഒരാളാണ് ഇവരെ ഇടിച്ചു തെറിപ്പിച്ചത്. മാത്രമല്ല ചെയ്തത്, അവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ആ പോലീസാകട്ടെ ഈ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പരിശോധിച്ചില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം ആ പോലീസ് സ്റ്റേഷനിലെത്തിയ വ്യക്തിക്ക് ജാമ്യം കൊടുത്ത് അയാളെ പറഞ്ഞയക്കുകയാണ് പോലീസ് ചെയ്തത്. ഒരുപക്ഷെ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപകടങ്ങൾ കാർ ഓടിക്കുമ്പോൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ അമിത വേഗത്തിൽ വന്ന ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ച വ്യക്തിയെ ആ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഇത്തരം മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. ഇതുവരെ നമ്മുടെ പോലീസ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നിഷയും ഭർത്താവും അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 7-ാം തീയതി നടന്ന അപകടമാണ് ഇന്ന് 13-ാം തീയതി പിന്നിട്ടിരിക്കുന്നു. ഇത്രയും ദിവസം പണിക്ക് പോകാൻ കഴിയാതെ കൂലിവേല ചെയ്ത് ജീവിക്കേണ്ട ആ മനുഷ്യർ ഇപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് സംഗീത ഉള്ളത്. ശരി സഹിൻ, എറണാകുളം ഇടപ്പള്ളിയിലാണ് കഴിഞ്ഞ 7-ന് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.